കൊണ്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ധർമ്മം കൊണ്ടും കർമ്മം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒന്നാം നിലയിൽ നിൽക്കുന്ന, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ പ്രസ്ഥാനത്തിനപ്പുറത്ത് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നില്ല. വളരെ ഗൗരവത്തോടെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ഈ രാജ്യം ഒരു സവർണാധിഷ്ഠിത സംഘപരിവാർ സൈനികാധിപത്യത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വംശവെറിയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള കടന്നാക്രമണത്തെ കുറിച്ച് തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തിന്റെ പൗരസമൂഹമാണ്. ചില താല്പര്യങ്ങളുണ്ട്. ഞങ്ങൾ ഈ സമ്മേളനത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രമേയമുണ്ട്, അധിനിവേശം ചെറുക്കുക. എന്താണ് ഇതിന്റെ ന്യായം? നാം അറിയണം, ഈ രാജ്യത്ത് ജനാധിപത്യ ഭരണ സംവിധാനം ലോകത്തെവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അധിനിവേശ സാമ്രാജ്യത്വ സൈനിസ്റ്റ് ശക്തികളുടെ താല്പര്യത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒറ്റപ്പെട്ട പല പ്രസ്ഥാനങ്ങൾക്കും അത് പ്രാദേശിക പ്രസ്ഥാനങ്ങളാണെങ്കിൽ പോലും സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി സംഘാടനം നടത്താനും സാമ്രാജ്യത്വത്തിന്റെ നെറുകേടുകളെയും കൂട്ടക്കുരുതികളെയും മനുഷ്യത്വഹീനമായ പ്രവണതകളെയും പരസ്യമായി ചോദ്യം ചെയ്യാനും അതിനെതിരെ ജനാധിപത്യപരമായി സമരം നടത്താനും അവസരമുള്ളത് ഇതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന ഒറ്റ ന്യായം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, സൈനിസത്തിന്റെ താല്പര്യത്തിനെതിരെ, അധിനിവേശ സർവദുഷ്ട ശക്തികൾക്കുമെതിരെ ശക്തമായ ജനകീയ സമരങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സൈനിക ജനറൽമാരെ വിലക്ക് വാങ്ങിക്കൊണ്ട് സൈനിക അട്ടിമറിക്ക് അമേരിക്ക ആക്കം കൂട്ടുകയില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല. അതാണ് മാക്സ് സ്റ്റാലിസ്റ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നൊക്കെ പറയാവുന്ന നിലയില് കണ്ണൂരിന്റെ ജില്ലാ കോടതി നടപ്പിലാക്കിയ ഒരു വിധി. എന്താ വിധി? 23 വയസ്സുകാരനായ അബ്ദുൽ ഷുക്കൂർ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ മണ്ഡലം ട്രഷറർ, അദ്ദേഹത്തെ 2 മണിക്കൂർ തടവിൽ വെച്ചതും ഇഞ്ചിഞ്ചായി വധിച്ചത് നമുക്ക് ബോധ്യമുണ്ട്. ഭയാശങ്കയുടെ രാഷ്ട്രീയ പ്രവണതയിൽ നിന്നുകൊണ്ട് 2.5 വർഷമായി നിർഭയത്വത്തിന്റെ രാഷ്ട്രീയ പഠനങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നത് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം നാട് മുഴുവനും പറഞ്ഞു നടന്ന KM ഷാജി എന്ന കേരളീയ രാഷ്ട്രീയത്തിന്റെ നപുംസക രൂപമുണ്ടല്ലോ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഞങ്ങൾ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അത് ഫാഷിസത്തിന്റെയോ ബ്രാഹ്മണിസത്തിന്റെയോ സംഘപരിവാറിന്റെയോ മാർക്സിസത്തിന്റെയോ ഗാന്ധിസത്തിന്റെയോ സോഷ്യലിസത്തിന്റെയോ ഭീകരമായ താണ്ഡവങ്ങളുടെ മുന്നിൽ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റമാണ് വേണ്ടതെന്ന് കൃത്യമായി നിർവചിച്ചു പറഞ്ഞപ്പോൾ ആ പറയുന്നത് തീവ്രവാദമാണ് എന്ന് മറുചേരിൽ നിന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ സമാധാനമാണ് നമുക്ക് വേണ്ടത്. ഞാൻ അവസാനിക്കുമ്പോ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ നോക്കുമ്പോ അപ്പുറം ഒരു നിസ്സഹരായ ഒരാളെ, ഒരു കുടുംബത്തെ 5-6 ആളുകൾ ഗുണ്ടകൾ നമ്മൾ തല്ലുക. ആ തല്ല് ഒരു വിഭാഗം തല്ല് കൊണ്ടുകൊണ്ടിരിക്കുന്നു, മറ്റൊരു തല്ലിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ അതാണ് ഈ നാടിന്റെ സമാധാനം. അല്ല, നമ്മൾ പറയുന്നു അല്ല, ആ തല്ലുന്നവന്റെ കൈപിടിക്കണം, പിടിച്ചിട്ട് പറഞ്ഞ മരുടടാ കാട്ടാടാ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയണം. അങ്ങനെ പറയണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തീവ്രവാദത്തിന്റെ രാഷ്ട്രീയമാണ് SDP-യുടെ രാഷ്ട്രീയമെന്ന് കണ്ണൂരിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഒരു ഗുണ്ടാ സ്റ്റൈലാ പറഞ്ഞത് ഷാജി. ഇന്ന് തലയിൽ മുണ്ടിട്ടാ നടക്കുന്ന എന്താ കാരണം നിങ്ങൾക്കറിയോ? ഞങ്ങൾ പറയുന്നു ഷുക്കൂറിന്റെ കുടുംബം എന്ന് ചിന്തിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ചന്ദ്രിക പത്രത്തിന്റെ ചീഫ് റിപ്പോർട്ടുമായ ഷുഹൈബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പോലും പറഞ്ഞു പോകുന്നു, ആ മാർക്സിസ്റ്റ് ഗുണ്ടകളുടെ കയ്യിൽ പെട്ടുപോയ, അവരുടെ കോടതി വിധി പ്രതീക്ഷിച്ചിരിക്കുന്ന ഗുണ്ടകളുടെ ആ കരുത്തുറ്റ കരവലയത്തിൽ കിടന്നുകൊണ്ട് നീതിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി KM ഷാജി നയിക്കുന്ന ലീഗിന്റെ നേതാക്കളെ മാറി മാറി വിളിച്ച് ജീവന് വേണ്ടി യാചിച്ച ആ ഷുക്കൂർ ഒരു SDPI പ്രവർത്തകരായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. എന്താ കാരണം? ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ ശംഭീകരിക്കുകയല്ല. സവർണ കോമരങ്ങളും സംഘപരിവാറും മാർക്സിസ്റ്റ് ഗുണ്ടകളും നിലനിൽപ്പിന് നിഷേധിക്കുമ്പോൾ ആദർശത്തിന് വേണ്ടി ആർജവത്തോട് ഇടപെടണമെന്ന് പഠിപ്പിക്കുന്ന നിർഭയത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ രാഷ്ട്രീയ ഭാരവാദം പഠിപ്പിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് ഷുക്കൂറിന്റെ കുടുംബം ആഗ്രഹിച്ചു പോയത് ഒരു SDP-കാരനായിരുന്നുവെങ്കിലും എന്ന് ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല
ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തടവറയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, തടവറയിൽ കഴിയുന്നുണ്ട്. ജാർഖണ്ഡിന്റെയും ബീഹാറിന്റെയും പശ്ചിമ ബംഗാളിന്റെയും ആന്ധ്രയുടെയും പല മേഖലകളിൽ പ്രകൃതിക്ക് കാവൽ നിന്ന് ജീവിച്ചു പോരുന്ന രാഷ്ട്രസമ്പത്തായ പ്രകൃതിക്ക് കാവൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ആദിവാസി മക്കളെ മാവോയിസത്തിന്റെ ലേബലെത്തിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നു ഈ രാജ്യത്തിന്റെ സവർണ ഭരണകൂടം എന്ന് നാം മറക്കണ്ട. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാ ജാതി രാഷ്ട്രീയത്തിന് ഇവിടെ പ്രാധാന്യം. സ്വാർത്ഥബോധം നിഷേധിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായി. ജാതി രാഷ്ട്രീയം നിങ്ങള് ജാതി രാഷ്ട്രീയം പറയും, പക്ഷെ നമ്പൂതിരിമാര് അങ്ങ് തലപ്പത്ത് കയറി നിന്നിട്ട് PB ലിസ്റ്റ് വന്നു, ഒറ്റ മുസ്ലിമും ഇല്ല. എന്തുകൊണ്ടോ ഇല്ല, നിങ്ങൾ ആക്കണം. PBയുടെ ലിസ്റ്റ് വന്നു 15 പേരാ, ഒറ്റ മുസ്ലിം ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം കൊടി പിടിച്ച മുസ്ലിം സമുദായത്തിൽ ഒരാളെ PBയിലേക്ക് പരിഗണിച്ചിട്ടില്ല. ദളിത് വിഭാഗത്തിൽ നിന്നില്ല, നമ്മൾ ആലോചിക്കണം. പാർശ്വവൽക്കൃത വിഭാഗത്തിൽ നിന്നില്ല. ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളുണ്ട്. നമ്മുടെ ബേബിച്ചായ ഉണ്ട്, ബേബിച്ചായല്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പലതിനും പോകുന്നത്. ഞാൻ പറഞ്ഞത് ഈ പാർട്ടി എന്നിട്ട് എന്താ പറയാ, ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണം. ഞാൻ പറഞ്ഞു കാലഹരണപ്പെട്ട പ്രത്യാശാസ്ത്രം എന്നത് മാത്രമല്ല, ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും എല്ലാം കൊടിപിടിച്ച കേരളത്തിന്റെ ഇന്ത്യയുടെ 10,000 വിപ്ലവ ബോധത്തിന്റെ പതാകയുണ്ടല്ലോ. ഇതാ ഉയർന്നു നിൽക്കുന്ന വെള്ള നക്ഷത്രാങ്കിത ഭുവർണ്ണ പതാകയുണ്ടല്ലോ. കേരളത്തിലും തമിഴ്നാടിലും ആന്ധ്രയിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും UPയിലും മഹാരാഷ്ട്രയിലും മണിപ്പൂരിലുമെല്ലാം പാടിക്കളിക്കുന്ന മഹാനായ PR പറഞ്ഞ സാമൂഹിക ജനാധിപത്യം പുലരുന്ന ഇന്ത്യയുടെ സുന്ദര ഭാവിയിൽ ഉയർത്താനുള്ള ഈ പതാകയുടെ പിന്നാലെ ഈ പ്രസ്ഥാനങ്ങൾ കൈവിടുന്നുകൊണ്ട് പൗരസമൂഹമുണ്ടാകും, സാമാന്യ ജനവിഭാഗമുണ്ടാകും. ശുഭപ്രതീക്ഷയോടെ നിർഭയത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സൗഹൃദത്തിന്റെ തിരുത്തിന്റെ ഉണർവിന്റെ മുന്നേറ്റത്തിന്റെ രാഷ്ട്രപുനർനിർമ്മാണത്തിന്റെ നവരാഷ്ട്രീയ ധാരയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തിക്കൊണ്ട് ഈ സന്ദേശം നിങ്ങളാണ് കൈമാറേണ്ടത്. ഈ സന്ദേശം കേരളത്തിൽ വ്യാപകമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നാമാണ് പാർട്ടി, നമ്മുടേതാണ് പാർട്ടി, നമുക്കാണ് മുന്നേറ്റം എന്നത്, നമുക്കാണ് അധികാരം എന്നത്, നമ്മുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കേണ്ടത്, നമുക്ക് നഷ്ടപ്പെട്ടതാണ് വീണ്ടെടുക്കേണ്ടത്. അതിന് ശുഭകരമായ മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI. അസ്സലാമു അലൈക്കും.